ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നൂഡിൽസാണ്. അപ്പോൾ നൂഡിൽസ് ഞാൻ ഫാമിലി പാക്കാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ നീളത്തിൽ ഞാൻ അടർത്തി എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാളയും ക്യാരറ്റുമാണ്. ഞാൻ നീളത്തിലാണ് സവാള അരിഞ്ഞിരിക്കുന്നത്, ക്യാരറ്റ് ആണെങ്കിൽ വട്ടത്തിലും. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മുട്ട ഞാൻ ചിക്കുന്നുണ്ട്. താറാമുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കോഴിമുട്ട എടുക്കേണ്ടവർക്ക് കോഴിമുട്ട എടുക്കാം. ഞാൻ താറാമുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പം മുട്ട ഞാൻ ഇതുപോലെ ചിക്കുവാണ്. ചിക്കിയതിന് ശേഷം നമുക്ക് ആ പാത്രത്തിൽ വെജിറ്റബിൾസ് വഴറ്റിയെടുക്കാം. അങ്ങനെ ഞാനിവിടെ ദാണ്ടെ മുട്ട ചിക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു മുട്ടയാണ് എടുത്തിരിക്കുന്നത് ചിക്കാനായിട്ട്. പിന്നെ നമുക്കത് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഞാൻ ഈ പാത്രം കഴുകിയിട്ടില്ല. അതായത് മുട്ട ചിക്കിയ ആ സെയിം പാത്രത്തിൽ തന്നെയാണ്, ഞാനത് കഴുകിയിട്ടില്ല. കഴുകേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നമുക്ക് വെജിറ്റബിൾസ് വഴറ്റിയെടുക്കാം. അങ്ങനെ വെജിറ്റബിൾസ് താണ്ടെ വഴണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 ക്യാരറ്റും പിന്നെ ഹാഫ് സവാളയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം കുറച്ച് നീളത്തിലരിഞ്ഞ സവാളയും ക്യാരറ്റ് വട്ടത്തിലരിഞ്ഞതും. ഞാനിത് ഒന്ന് മൂപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുവാണ്. വെജിറ്റബിൾസ് എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. ഒത്തിരി വഴറ്റണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് വെജിറ്റബിൾസ് ഒന്ന് കടിക്കണ പരുവത്തിൽ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ ദാണ്ടെ മസാലാസ് എല്ലാം ഞാൻ ചേർത്തിട്ടുണ്ട്. ഞാൻ റെഡിമെയ്ഡ് മസാലയാണ്, മാഗിയുടെ റെഡിമെയ്ഡ് മസാലയാണ് ഞാൻ ചേർക്കുന്നത്. ഇത് ഈ ഒരു പാക്കറ്റിൽ മസാല, ഇത് ഈ ഒരു പാക്കറ്റിൽ 4 പാക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഫാമിലി പാക്ക് ആയതുകൊണ്ട്. അങ്ങനെ മസാലാസ് എല്ലാം മൂത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു കപ്പിൽ 4 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത്. അങ്ങനെ വെള്ളമെല്ലാം നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും ഞാൻ നമ്മുടെ മാഗി ബ്രേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന 4 പീസ് ഓഫ് മാഗി ഞാൻ ഇതിനകത്തോട്ട് ഇടുവാണ്. ആദ്യമൊക്കെ ഞാൻ മാഗി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഈ മാഗി സെപ്പറേറ്റ് വേവിച്ചിട്ട് വെജിറ്റബിൾസ് എല്ലാം സെപ്പറേറ്റ് വഴറ്റിയിട്ടാണ് ഞാൻ ആദ്യം മാഗി ഉണ്ടാക്കിക്കൊണ്ടത്. അത് തിളച്ച വെള്ളത്തിൽ മാഗി ഇട്ട് 2 മിനിറ്റ് വേവിച്ചിട്ട് അത് വെള്ളം ഊറ്റിയിട്ട് പിന്നെ വെജിറ്റബിൾസൊക്കെ ഇട്ട് വഴറ്റി റെഡിമെയ്ഡ് മസാലയൊക്കെ ഇട്ടാണ് ഞാൻ ആദ്യം മാഗി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഇതാണ് കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നും. കുറച്ചും കൂടി അത് അങ്ങനെ ഉണ്ടാക്കണേലും കുറച്ചും കൂടി സോഫ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. എല്ലാം കൂടി ഒന്നിച്ചിട്ട് സവാള വെജിറ്റബിൾസൊക്കെ വഴറ്റിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെള്ളം തിളച്ച് വരുമ്പോൾ അതിനകത്തോട്ട് മാഗി ഇട്ട് ഉണ്ടാക്കണതാണ് കുറച്ചും കൂടി ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളെ കാണിച്ചത്. ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ചിലവർ എണ്ണയിലിട്ട് വഴറ്റത്തില്ല വെജിറ്റബിൾസ്, വെള്ളം ഒഴിച്ച് തന്നെ വേവിച്ച് ചിലവരുണ്ടാക്കും. അപ്പം ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. ഞാൻ പല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് മാഗി. അപ്പോൾ എനിക്ക് ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. അങ്ങനെ എൻ്റെ മാഗി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ, ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെജിറ്റബിൾസും മാഗിയും എല്ലാം നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അലുത്ത് പോകുന്ന രീതിയിൽ അങ്ങനെ നമുക്ക് കിട്ടും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കിയത്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. അങ്ങനെ ഫൈനലി എൻ്റെ മാഗി ഞാൻ പാത്രത്തിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ചിക്ക് ചെയ്ത് വെച്ചിരുന്ന മുട്ട ഞാൻ ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് ആ വീഡിയോ. ഓക്കെ, അപ്പം ഇതാണ് ഫൈനൽ ലുക്ക്. മാഗി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ എല്ലാവരും ഒരു വട്ടം കൂടി ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.